ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി കളക്ടറുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പരിശോധന നടത്തി. MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, NHAI, പോലീസ്, റവന്യൂ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി വലിയ ഉദ്യോഗസ്ഥ സംഘവും പരിശോധനയിൽ പങ്കെടുത്തു. കളക്ടർ അർജുൻ പാണ്ഡ്യന് മുന്നിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിസന്ധിയെക്കുറിച്ച് പരാതികൾ ഉന്നയിച്ചു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കും അടിപ്പാത നിർമ്മാണങ്ങളും കളക്ടർ നേരിട്ടെത്തി വിലയിരുത്തി. ഗതാഗതക്കുരുക്കും ദേശീയപാതയിലെ കുഴികളും ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സ്വീകരിച്ച നടപടികളെക്കുറിച്ചും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് നിയന്ത്രിക്കുന്നതും ലോറികൾ ഉൾപ്പെടെ ചരക്കു വാഹനങ്ങൾക്ക് നിശ്ചിത സമയം നൽകി കടത്തിവിടുന്നതും ചർച്ച ചെയ്തു. വഴി തിരിച്ചുവിടുന്ന സമാന്തര റോഡുകളിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് ദിശാബോർഡുകൾ സ്ഥാപിക്കണമെന്ന് RTO നിർദ്ദേശിച്ചു. മരാമത്ത്, പഞ്ചായത്ത് അധീനതയിലുള്ള സമാന്തര റോഡുകളെല്ലാം തകർന്ന നിലയിലായെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ കളക്ടറെ ബോധിപ്പിച്ചു. ജംഗ്ഷനിലെ വെളിച്ചക്കുറവ് പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നിർമ്മാണം സ്തംഭിച്ച നിലയിലാണെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും MLA ആരോപിച്ചു. സർവീസ് റോഡിലെ പ്രശ്നങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചൂണ്ടിക്കാട്ടി. SP-യും RTO-യും പുതിയ ട്രാഫിക് നിർദ്ദേശം കളക്ടർക്ക് മുന്നിൽ വെച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, TS ബൈജു, സബ് കളക്ടർ അഖിൽ V മേനോൻ, റൂറൽ SP B കൃഷ്ണകുമാർ, അഡീഷണൽ SP TS സിനോജ്, DYSP-മാരായ PC ബിജുകുമാർ, PR ബിജോയി, NHAI പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, RTO G അനന്തകൃഷ്ണൻ, തഹസീൽദാർമാരായ KM സിമേഷ് സാഹു, K ജേക്കബ് തുടങ്ങിയവർ കളക്ടർക്കൊപ്പം പരിശോധനയിൽ പങ്കെടുത്തു.